51 ദിവസത്തെ വറുതിയുടെ ദിനങ്ങൾ അവസാനിക്കുകയാണ്. മത്സ്യബന്ധന മേഖല വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദിനം വരാൻ പോവുകയാണ്. നാളെ മുതലാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നത്. നാളെ മുതൽ, അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ വള്ളങ്ങൾ കടലിലേക്ക് പോയി തുടങ്ങും. ഇപ്പോൾ ഉള്ളത് ശക്തികുളങ്ങര ഹാർബറിലാണ്. അതായത് നീണ്ടകര ശക്തികുളങ്ങര എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട ഹാർബറുകളാണ്. ഇപ്പോൾ പുതിയ വലയൊക്കെ ഒരുക്കി അവർ കടലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേട്ടാ, പുതിയ വലയൊക്കെയാണോ? പുതിയ വല റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല പുതിയ വല സെറ്റിങ് നടക്കുകയാണ്. എല്ലാവരുടെയും പ്രതീക്ഷയാണ്, എല്ലാം കിട്ടുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ്. എല്ലാ പണികളും ദ്രുതഗതിയിലൊക്കെ നടക്കുകയാണ്. ഈ വല പണിയണം, അതുപോലെ തന്നെ ബോട്ട് അറ്റകുറ്റപ്പണി നടത്തണം. വലിയ ഈ ട്രോളിംഗ് നിരോധന കാലം മെയിനുമില്ല, പൈസയും ചിലവാണല്ലേ? പൈസ കണ്ടമാനം ചിലവാണ്. ഓരോ ബോട്ടുകാർക്കും ഒരു 4-5-6 ലക്ഷം രൂപയൊക്കെ, അതിൽ കൂടുതലും ചിലവാകുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രതീക്ഷകൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ പോയിട്ട് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഈ മഴ മാറിയിരിക്കുകയാണെങ്കിൽ ഗുണമായിരിക്കും അല്ലേ? ഒന്നും പറയാൻ പറ്റത്തില്ല. മഴ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കാലങ്ങൾ പോകും തോറും പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബോട്ടുകാർ വളരെ പരാജയത്തിലാണ്. ചിലപ്പം എന്തെങ്കിലും ഒരു മാസമെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും കാശുകൾ ചിലവാക്കും. കടമൊക്കെ മേടിച്ചാൽ ഒരുപാട് പേരും ചിലവാക്കുന്നത്. പ്രതീക്ഷയാണ് എല്ലാവരുടെയും. കാര്യം കടലിലേക്ക് പോകുന്നതാണ്. പല സമയങ്ങളിലും തുടക്കത്തിൽ കരിക്കാടി ഇനത്തിൽപ്പെട്ട, കരിക്കാടി എന്ന് വെച്ചാൽ ചെമ്മീൻ ഇനത്തിൽപ്പെട്ട ചെറിയ ചെമ്മീനാണ്. കരിക്കാടി, കണവ അടക്കമുള്ള കിളിമീൻ, അതായത് സാധാരണ തെക്കൻ കേരളത്തിലൊക്കെ തന്നെ കോര എന്ന് പറയപ്പെടുന്ന കിളിമീൻ അടക്കമുള്ളവയാണ് സാധാരണ ലഭിക്കാറുള്ളത്. അവയൊക്കെ തന്നെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവർ കടലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് പോകും. അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് കടലിലേക്ക് പോവുക. അതിനു മുമ്പ് തന്നെ നീണ്ടകര ഹാർബറിലേക്ക്, സാധാരണ നീണ്ടകര പാലത്തിന് മറുഭാഗത്താണ് വള്ളങ്ങൾ, ബോട്ടുകൾ നെങ്കൂരമിടാറുള്ളത്. പക്ഷേ ഇത്തവണ ഈ ഹാർബറിനോട് ചേർന്ന് തന്നെ വള്ളങ്ങൾ നെങ്കൂര ഇടണമെന്നുള്ളൊരു ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തികുളങ്ങര ഹാർബറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തതും ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ബോട്ട് ഉടമകൾക്കൊക്കെ തന്നെ ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. തന്നെയായാലും അവരുടെ പ്രതീക്ഷകൾ വാനോളം ഉയരട്ടെ, അതൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ശുഭപ്രാപ്തിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കാം. ക്യാമറമാൻ അഖിലിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.